Today we are going to discuss about chemistry as a discipline of science. The first module in your chemistry. Okay, what is science? First, what is science? The word science comes from the Latin word scientia, which means knowledge. Science can be defined as a methodological and systematic approach to the acquisition of new knowledge. Science is the acquisition of reliable but not infallible knowledge of the real world, including explanation of the phenomena. Definition by Arthur N. Strahler. അപ്പം എന്താണ് സയൻസ് എന്ന് പറയുന്നത്? അത് നമുക്കറിയാം, ലാറ്റിൻ വേർഡ് സയൻറ്റിയ എന്ന ലാറ്റിൻ വേർഡ് നിന്നാണ് സയൻസ് ഉണ്ടായത് അല്ലേ. അത് മീൻ ചെയ്യുന്നത് നോളേജ് ആണ്. ഓക്കെ, സയൻറ്റിയ എന്ന് പറയുമ്പോൾ നോളേജ്. Science can be defined as the methodological and systematic approach to the acquisition of new knowledge. അപ്പോൾ ന്യൂ നോളേജ് അക്വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ മെത്തഡോളജിക്കൽ അപ്രോച്ചിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർതർ എൻ സ്ട്രാലർ എന്ന് പറയുന്ന നമ്മുടെ സയൻറ്റിസ്റ്റ് ഡിഫൈൻ ചെയ്തതാണ് സയൻസ് ഈസ് ദി അക്വിസിഷൻ ഓഫ് റിലയബിൾ ബട്ട് നോട്ട് ഇൻഫാളിബിൾ നോളേജ് ഓഫ് ദി റിയൽ വേൾഡ് ഇൻക്ലൂഡിംഗ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഫിനോമിന. Okay, next is scientific statement. Scientific statements are scholarly statements which attempt to predict, describe or explain real phenomena. ഒരു റിയൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനോ അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കുന്ന സ്കോളർലി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദി ടെമ്പറേച്ചർ ഓഫ് എ കപ്പ് ഓഫ് വാട്ടർ ഈസ് റേസ്ഡ് മോർ ഷുഗർ ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഒരു കപ്പ് ഓഫ് വാട്ടറിൽ ടെമ്പറേച്ചർ എപ്പോഴും റേസ് ചെയ്യും, ഷുഗർ കൂടുതൽ കൂട്ടുന്നതിനനുസരിച്ച് അല്ലെ, ഡിസോൾവ് ചെയ്യുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ വേറൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് there will be rain in Calicut tomorrow morning. അതൊരു പ്രഡിക്ഷനാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗിൽ അല്ല ടുമോറോ മോർണിംഗിൽ കാലിക്കറ്റിൽ മഴ പെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പ്രഡിക്ഷനാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം, സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഫിനോമിനെ നമ്മൾ ഒരു ഫിനോമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓൾ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ഓഫ് ഈക്വൽ ക്രെഡിബിലിറ്റി. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും ഈക്വൽ ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നില്ല. പക്ഷേ അധിക സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റും ക്രെഡിബിൾ ആണ് ആൻഡ് പ്രിസൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദി ക്രൈറ്റീരിയ ഫോർ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഓക്കെ, എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ്? അപ്പോൾ 4 ടൈപ്പ് ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് മാസ്റ്റ് ബി ടെസ്റ്റബിൾ. അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റബിൾ ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റുക? അപ്പോൾ നമ്മളൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. എ 3-month-old ചിക്കൻ പ്രീവിയസ്ലി ട്രീറ്റഡ് വിത്ത് ഗ്രോത്ത് ഹോർമോൺ weighs more than one of similar age not treated with hormones. അപ്പോൾ നമ്മൾ ഒരു 3-month-old ചിക്കന് നമ്മൾ ഹോർമോൺ കൊടുക്കുന്ന ഒരു ചിക്കനും അതുപോലെ തന്നെ ഹോർമോൺ കൊടുക്കാത്ത ചിക്കനും ഉണ്ട്. അതിൽ ഹോർമോൺ കൊടുത്ത ചിക്കന് വെയിറ്റ് കൂടുതലായിരിക്കും, ഹോർമോൺ കൊടുക്കാത്ത ചിക്കന് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് മാസ്റ്റ് ബി ടെസ്റ്റബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേറെ രീതിയിൽ പറയാം. എ 3-month-old ചിക്കൻ പ്രീവിയസ്ലി ട്രീറ്റഡ് വിത്ത് ഗ്രോത്ത് ഹോർമോൺസ് ഈസ് മോർ അട്രാക്റ്റീവ്. നമ്മൾ നേരത്തെ വേസ് എന്നാണ് പറഞ്ഞത്, ഇവിടെ മോർ അട്രാക്റ്റീവ് ആണ് പറഞ്ഞത്. അട്രാക്റ്റീവ് ദാൻ വൺ ഓഫ് സിമിലർ ഏജ് നോട്ട് ട്രീറ്റഡ് വിത്ത് ഹോർമോൺസ്. അപ്പോൾ ഇതൊരു അനദർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് സെൻസ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാൾക്ക് അട്രാക്റ്റീവ് തോന്നിയത് മറ്റൊരാൾക്ക് അട്രാക്റ്റീവ് തോന്നണമെന്നില്ല. അപ്പോൾ അതൊരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കില്ല. ഓക്കെ, അതാണ് ഇറ്റ് മാസ്റ്റ് ബി ടെസ്റ്റബിൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത്, ടെസ്റ്റ് റിസൾട്ട്സ് ഓൺ ഇറ്റ്സ് റിലയബിലിറ്റി മസ്റ്റ് ബി റീപ്രൊഡ്യൂസിബിൾ. അപ്പോൾ റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഒരു സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. പൈത്തോൺസ് ക്യാൻ സോളോ ആനിമൽസ് ലാർജർ ദാൻ ദംസെൽസ്. അപ്പോൾ പൈത്തോൺസിന് അതിനേക്കാളും കൂടുതൽ വലിപ്പമുള്ള ആനിമൽസിനെ സോളോ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. വേറൊരു സയൻറ്റിസ്റ്റ് അതേ കണ്ടീഷനിൽ പൈത്തൺസിനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടും, ലാർജർ ദാൻ ദംസെൽസ് അല്ലേ. ആനിമൽ ക്യാൻ സോളോ ലാർജർ ദാൻ ദംസെൽസ്. അതിനേക്കാളും കൂടുതൽ ലാർജർ ആയിട്ടുള്ള ആനിമൽസിനെ അതിന് സോളോ ചെയ്യാൻ പറ്റും. അത് റീപ്രൊഡ്യൂസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റീപ്രൊഡ്യൂസിബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇറ്റ് മാസ്റ്റ് ബി ഫാൾസിഫയബിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല അല്ലേ. നമുക്കത് പ്രൂവ് ചെയ്യാം, റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇറ്റ് മാസ്റ്റ് ബി ഫാൾസിഫയബിൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാണ്, ഓൾ ഇന്ത്യൻ എലിഫൻസ് ആർ ബ്ലാക്ക്. എല്ലാ ഇന്ത്യൻ എലിഫൻസും ബ്ലാക്ക് ആണെന്ന് ഒരാൾ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അധിക ഇന്ത്യൻ എലിഫൻസും ബ്ലാക്ക് ആണ്. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ ഇന്ത്യൻ എലിഫൻറ്റ് കണ്ടു, അത് ബ്ലാക്ക് അല്ലാത്ത ഇന്ത്യൻ എലിഫൻറ്റ് കണ്ടാൽ നമുക്ക് അതിനെന്ത് പറയാം, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസിഫയബിൾ ആണെന്ന്. ഓക്കെ, അപ്പോൾ റോങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാൾസിഫയബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദി സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ടു അപ്ലൈ 2 കോമൺ റൂൾസ്. 2 ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്. ഏത് സയൻറ്റിഫിക് മെത്തേഡ്സിലും ഒബ്സർവേഷൻ വേണം, അതുപോലെ തന്നെ റീസണിങ് വേണം. There are 2 ways can be approached in science. രണ്ട് വേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്രോച്ചസ്. നമ്മൾ എംപിരിക്കൽ അപ്രോച്ച് ആണ് ഉപയോഗിക്കുന്നത്. അതിന് 2 ടൈപ്പ് അപ്രോച്ച് ഉണ്ട്, ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഓക്കെ, 2 വേസ് ആണ് അപ്രോച്ച് ഓഫ് സയൻസിൽ വരുന്നത്. ഇൻഡക്ഷൻ, അതിൽ ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡാറ്റ കളക്ഷൻ, അനാലിസിസ്, തിയറി. ആദ്യം ഡാറ്റ കളക്ട് ചെയ്യുന്നു, ദെൻ അതിനെ അനലൈസ് ചെയ്യുന്നു, ദെൻ നമ്മൾ അതിന് തിയറി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് അപ്രോച്ച് എ സയൻറ്റിസ്റ്റ് ഒബ്സർവ്സ് സംതിങ് അബൌട്ട് ഫിനോമിന. ഓക്കെ, ആദ്യം ഒബ്സർവേഷൻ നടത്തും ആ ഫിനോമിനെ കുറിച്ച്, ദെൻ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും, പെർഫോം സം എക്സ്പെരിമെൻറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യും, ആൻഡ് ക്രിയേറ്റ് തിയറി. അതിനുശേഷമാണ് തിയറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ അപ്രോച്ചിന് പറയുന്ന പേരാണ് ഇൻഡക്ഷൻ. ഇനി നോക്കുക ഡിഡക്ഷൻ, തിയറി, ഡാറ്റ കളക്ഷൻ, അനാലിസിസ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ സയൻറ്റിസ്റ്റ് തുടങ്ങുന്ന തിയറി വെച്ചിട്ടാണ്. ഓക്കെ, അതിനുശേഷം പെർഫോം എക്സ്പെരിമെൻറ്റ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദാറ്റ് തിയറി ആൻഡ് ദെൻ അനലൈസസ് ദ റിസൾട്ട് ടു റീച്ച് കൺക്ലൂഷൻ. അതിനുശേഷം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്തു, ആ തിയറി ശരിയാണോ എന്ന് നോക്കി, ദെൻ അതിനെ അനലൈസ് ചെയ്തു, ആ റിസൾട്ട്സ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചു. ഓക്കെ, അതാണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ 2 അപ്രോച്ചസ് ആണ് പറഞ്ഞത്. ഇനി സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് എ റിസർച്ച് റെഫേഴ്സ് ടു എ ബോഡി ഓഫ് ടെക്നിക്സ് ബൈ വിച്ച് സയൻറ്റിസ്റ്റ് അറ്റംപ്റ്റ് ടു ഗെയിൻ ന്യൂ നോളേജ് ഓഫ് ദി ഫിനോമിന ഓഫ് ദി റിയൽ വേൾഡ് ഓർ ഇൻ്റഗ്രേറ്റ് പ്രീവിയസ് നോളേജ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഓഫ് ടെക്നിക്കാണ്. അതിൽ സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ റിയൽ വേൾഡ് ഫിനോമിനെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് പ്രീവിയസ് നോളേജ് വെച്ചിട്ട് അവർ പുതിയ നോളേജ് ഗെയിൻ ചെയ്യാണ്. ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണിത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സയൻറ്റിഫിക് മെത്തേഡിലുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് പറയുന്നത്. ആദ്യം നമ്മൾ സയൻറ്റിഫിക് മെത്തേഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നു, ദെൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പോസ് ചെയ്യുന്നു, അതിനുശേഷം ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, ദെൻ റിസർച്ച് ചെയ്യുന്നു, അതിൽ നിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, ദെൻ ഡാറ്റ കിട്ടുന്നു, ഡാറ്റ അനാലിസിസ് നടത്തുന്നു, അത് കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഓക്കെ, ഇതാണ് അങ്ങനെ വരുന്നത്. ഒബ്സർവേഷൻ, ദെൻ പോസ് ദി ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, ദെൻ ക്വസ്റ്റ്യൻ, റിസർച്ച്, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, ദെൻ എക്സ്പെരിമെൻറ്റ്, ദെൻ ഡാറ്റ അനലൈസേഷൻ, ദെൻ കൺക്ലൂഷൻ. ഓക്കെ, അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ, അല്ലേ, നമ്മളൊരു ഫിനോമിന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അത് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ പോസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ പോസ് ചെയ്യുന്നു. ദെൻ ഹൈപ്പോത്തസിസ്, എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രഡിക്റ്റ് ചെയ്യാണ്, ഒരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാണ്. നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ വന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം പ്രഡിക്റ്റ് ചെയ്തു. ആ പ്രഡിക്റ്റ് ശരിയാവാം ചിലപ്പം, അല്ലെങ്കിൽ തെറ്റാവാം. ഓക്കെ, അത് എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഡിക്ഷൻ ശരിയാവുള്ളൂ, അല്ലേ, ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്പെരിമെൻ്റ് ആണ്. ദെൻ നമ്മൾ ഡാറ്റ കിട്ടി, ആ ഡാറ്റ അനലൈസ് ചെയ്തു. ഓക്കെ, അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കൺക്ലൂഷനിലെത്തി, അല്ലേ. ആ കൺക്ലൂഷനിലെത്തിയാൽ നമ്മൾ ഹൈപ്പോത്തസിസ് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പം ആ ഹൈപ്പോത്തസിനേക്കാൾ അപ്പുറത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ആ പ്രോബ്ലം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. താഴെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്ലാന്റ് ഉണ്ട്, അതിന് ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ജെർമിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ഫെർട്ടിലൈസേഷനാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ഫെർട്ടിലൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പോസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വർക്ക് ദി ബെസ്റ്റ്, അതാണ് നമ്മൾ
ക്വസ്റ്റ്യൻ പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായി നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്തു, നമുക്ക് ഈ പ്ലാന്റ് പെട്ടെന്ന് വളരണം അല്ലേ, ഗ്രോത്ത് പെട്ടെന്നാവണം, അതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു, എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വർക്ക്സ് ദി ബെസ്റ്റ്. അപ്പം നമ്മുടെ അടുത്ത് 3 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ABC എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തു. നമ്മൾ ഹൈപ്പോത്തിസിസ് എന്താണ്, പ്ലാന്റ്സ് ഗ്രോൺ വിത്ത് ഫെർട്ടിലൈസർ A വിൽ ഗ്രോ ദി ഫാസ്റ്റസ്റ്റ്. അതാണ് ഹൈപ്പോത്തസിസ്. അപ്പം നമ്മൾ ഹൈപ്പോത്തസിസ് നമുക്ക് ക്ലിയർ ആവും, ചിലപ്പോൾ ക്ലിയർ ആവാം അല്ലേ, ട്രൂത്ത് ആവാം, അല്ലെങ്കിൽ അത് റോങ് ആവാം. അപ്പോൾ പ്ലാന്റ്സ് ഗ്രോൺ വിത്ത് ഫെർട്ടിലൈസേഴ്സ് A വിൽ ഗ്രോ ദി ഫാസ്റ്റസ്റ്റ്, അപ്പം അത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം, അതാണ് നമ്മളെ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ABC എന്ന് പറയുന്ന 3 ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിച്ചു. അതിൽ നോക്കുക നമ്മൾ റിസൾട്ട്സ് എന്താണ് കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാണ്, നമ്മുടെ റിസൾട്ട്സും ഡാറ്റ അനാലിസിസുമാണ് നടക്കുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ A എന്നുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചപ്പോൾ എന്താണ് കിട്ടിയത്, അതിനാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് വരുന്നത് A എന്ന ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ക്ലിയർ ആയി അല്ലേ, ശരിയായി. അപ്പോൾ നമ്മൾ B എന്ന ഫെർട്ടിലൈസർ ആണ് ഉപയോഗിച്ചെങ്കിൽ, അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് എങ്കിൽ, നമ്മൾ ഹൈപ്പോത്തസിസ് നമ്മളിവിടെ മുകളിൽ കൊടുത്ത ഈ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കാം അല്ലേ. അപ്പം നമുക്ക് B എന്ന ഫെർട്ടിലൈസർ ഉപയോഗിച്ചപ്പോഴാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് എങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കുക. പക്ഷേ ഇവിടെ നമ്മളെ ഹൈപ്പോത്തസിസ് ശരിയാണ്. അപ്പോൾ A എന്ന ഫെർട്ടിലൈസർ ഉപയോഗിച്ച പ്ലാന്റാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലെത്തി. എങ്ങനെയാണ്, നമ്മുടെ A എന്ന ഫെർട്ടിലൈസറാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് വാസ് പ്രൂവൺ കറക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്സ്, സയന്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം ഒബ്സർവേഷൻ ആണ്, ദെൻ പോസ് എ ക്വസ്റ്റ്യൻ, ദെൻ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ്, ദെൻ എക്സ്പെരിമെൻറ്റ്, ദെൻ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡാറ്റ അനാലിസിസ്, അവസാനം കൺക്ലൂഷൻ. ഇതാണ് സയന്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഏത് പ്രോബ്ലം അല്ലെങ്കിൽ ഏത് ഫിനോമിന കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ 5-6 സ്റ്റെപ്സുകൾ വെച്ചിട്ടാണ് നമുക്ക് സയന്റിഫിക് മെത്തേഡിൽ അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട പ്രോസസ്സ് നടക്കേണ്ടത്. ഓക്കെ.